إن الحمد لله نحمده ونستعينه ونستغفره ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فهو المهتد ومن يضلل فلن تجد له وليا مرشدا الحمد لله الذي أنزل على عبده الكتاب ولم يجعل له عوجا قيما لينذر بأسا شديدا من لدنه ويبشر المؤمنين الذين يعملون الصالحات أن لهم أجرا حسنا اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد أما بعد فإن خير الكلام كلام الله وخير السنن سنن محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة فكل ضلالة في النار أيها الناس اتقوا الله عباد الله أوصيكم وإياي أولا بتقوى الله إن أريد إلا الإصلاح ما استطعت وما توفيقي إلا بالله عليه توكلت وإليه أنيب يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا يصلح لكم أعمالكم ويغفر لكم ذنوبكم ومن يطع الله ورسوله فقد فاز فوزا عظيما يا أيها الذين آمنوا كتب عليكم الصيام كما كتب على الذين من قبلكم لعلكم تتقون ഏറെ പ്രിയപ്പെട്ട സത്യവിശ്വാസികളെ സത്യവിശ്വാസിനികളെ അല്ലാഹു സുബ്ഹാനഹു വ തആല നൽകിയ മഹത്തായ അനുഗ്രഹത്തിന്റെ ഭാഗമായി ഈ പരിശുദ്ധ റമളാനിൽ വളരെ ആരോഗ്യത്തോടെ ഇബാദത്തുകളിൽ പങ്കെടുക്കാൻ സാധിച്ച ആളുകളാണ് നമ്മളെല്ലാവരും. അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് നൽകിയ ഈ അവസരം മുൻനിർത്തി അല്ലാഹുവിന്റെ വിധിവിലക്കുകൾ ജീവിതത്തിൽ അനുസരിക്കുവാനും അവന്റെ റസൂൽ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ചര്യകൾ ജീവിതത്തിൽ അനുദിനം ഒഴിവാക്കാതെ മുഴുവനായും പാലിച്ചുകൊണ്ട് ജീവിക്കുവാനും ശ്രദ്ധിക്കണമേ എന്ന് എന്നോടും നിങ്ങളോടും വളരെ ആത്മാർത്ഥമായി ഉണർത്തുകയാണ്, വസിയത്ത് നൽകുകയാണ്. അത്തരുണത്തിൽ ജീവിതം മുന്നോട്ട് നയിക്കുവാനും അവസാനം റബ്ബുൽ ഇസ്സത്തിനെ സന്തോഷപൂർവ്വം കണ്ടുമുട്ടാനും സ്വർഗത്തിന്റെ 8 വാതിലുകളിലൂടെ പ്രവേശിക്കുന്നവരിൽ പെടാനുമുള്ള തൗഫീഖ് നൽകി അല്ലാഹു നമ്മെ എല്ലാവരെയും അനുഗ്രഹിക്കുമാറാവട്ടെ. സഹോദരങ്ങളെ, നമ്മളെല്ലാവരും നോമ്പുകാരായി നിലനിൽക്കുന്ന ആളുകളാണ്. അല്ലാഹു നമ്മളുടെ എല്ലാവരുടെയും വ്രതം ഏറ്റവും നല്ല പ്രതിഫലം നൽകി നമ്മളിൽ നിന്ന് കബൂൽ ചെയ്യുമാറാവട്ടെ. പരിശുദ്ധ റമളാൻ ഇതര മാസങ്ങളിൽ നിന്ന് ശ്രദ്ധേയമാകുന്നത് പരിശുദ്ധ ഖുർആനിന്റെ ഇറക്കം ആ മാസമായതുകൊണ്ടാണ്. ഏതേത് കാര്യങ്ങളിലും നമ്മൾ ശ്രദ്ധിച്ചാൽ അത് നമുക്ക് മനസ്സിലാകും. പ്രവാചകന്മാരിൽ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം ശ്രേഷ്ഠനാകുന്നത് പരിശുദ്ധ ഖുർആൻ പ്രവാചകൻ ഇറങ്ങുന്നതോടുകൂടിയാണ്. മലക്കുകളിൽ വെച്ച് ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം ശ്രദ്ധേയനാകുന്നത് ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാമാണ് പരിശുദ്ധ ഖുർആൻ അല്ലാഹുവിന്റെ റസൂലിന് സല്ലല്ലാഹു അലൈഹി വസല്ലം എത്തിക്കുവാൻ അല്ലാഹു നിയോഗിക്കുന്നത്. പരിശുദ്ധ റമളാൻ ഇതുപോലെ തന്നെ പ്രസിദ്ധമാകുന്നത് റമളാനിനാണ് ആ പരിശുദ്ധ ഖുർആൻ ഇറങ്ങിയത് എന്നുകൊണ്ടാണ്. ലൈലത്തുൽ ഖദർ പരിശുദ്ധ റമളാനിന്റെ ദിവസങ്ങളിൽ ശ്രദ്ധേയമാകുന്നത് ലൈലത്തുൽ ഖദറിലാണ് ഈ പരിശുദ്ധ റമളാൻ ഇറങ്ങിയത് എന്നത് അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതുകൊണ്ടാണ്. അങ്ങനെ അള്ളാഹുവിന്റെ ഖുർആൻ ഏതൊന്നുമായിട്ട് ബന്ധപ്പെട്ട് കിടക്കുന്നുവോ അത്
പ്രകാശപൂരിതമാകുന്ന ഒരവസ്ഥയാണ് നമ്മൾ ശ്രദ്ധിക്കുന്നത്. പ്രിയപ്പെട്ടവരെ, നമ്മളൊക്കെയും മനസ്സിലാക്കുക, ആ ഖുർആനാണ് നമ്മളുടെ ഉമ്മത്തിന്റെ യശസ്സും പ്രതാപവും ഉയർത്തുന്നതിൽ നമ്മളുടെ മുന്നിൽ നിൽക്കുന്നത് ആ പരിശുദ്ധ ഖുർആനാണ്. നമ്മുടെ പൂർവികരായ ആളുകൾ ആ പരിശുദ്ധ ഖുർആനിനെ പഠിക്കുകയും പഠനവിധേയമാക്കുകയും അതിന്റെ ഓരോ ശാസ്ത്രമേഖലകളിലേക്ക് നിരവധി ഗവേഷണങ്ങൾ നടത്തുകയും ആയത്തുകളിലും അക്ഷരങ്ങളിലും പാരായണ ക്രമങ്ങളിലും അത് ഇറങ്ങിയിരിക്കുന്ന പശ്ചാത്തലവും ചരിത്രവുമെല്ലാം ശരിക്കും പഠനവിധേയമാക്കിയതിന്റെ അടിസ്ഥാനത്തിലാണ് ഇന്ന് നമ്മളെല്ലാവരും ഉൾക്കൊള്ളുന്ന ഒരു ഉമ്മത്ത് അള്ളാഹുവിന്റെ കാരുണ്യത്താൽ ഇന്നിവിടെ നിലനിൽക്കുന്നത്. പരിശുദ്ധ ഖുർആൻ ഒരു ഭാഗത്ത് ഗംഭീരമായി പഠിപ്പിക്കപ്പെടുന്നുണ്ട്. കുറെ ആളുകൾ അതിൽ അശ്രദ്ധരാണ്. ഞാൻ ആത്മാർത്ഥമായിട്ട് പറയാണ്, അള്ളാഹുവിന്റെ പരിശുദ്ധ ഖുർആൻ ഓതുന്നതിൽ നമ്മൾ ഇന്ന് ജീവിച്ചു കൊണ്ടിരിക്കുന്ന ആളുകൾ ഒരുപാടധികം ആളുകൾ അശ്രദ്ധരാണ്. എന്നാൽ അള്ളാഹു സുബ്ഹാനഹു വ തആല ആ പരിശുദ്ധ ഖുർആൻ ഇറങ്ങിയതിന്റെ സൂചകങ്ങൾ പരിശുദ്ധ ഖുർആനിലൂടെ ഒരുപാടിടങ്ങളിൽ അള്ളാഹു പറയുന്നുണ്ട്. അൽഹംദുലില്ലാഹ്, സർവസ്തുതിയും അള്ളാഹുവിനാണ്. الذي أنزل على عبده الكتاب, തന്റെ അടിമക്ക് അതായത് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ഈ ഗ്രന്ഥം ഇറക്കിയ റബ്ബ്. എന്താണ് അതിന്റെ പ്രത്യേകത? വലം യജ്അൽ ലഹു ഐവജ, ഒരു തരത്തിലുമുള്ള ഒരു വക്രതയുമില്ലാത്ത ഗ്രന്ഥം. ഖയ്യിമൻ ലിയുൻദിറ ബഅസൻ ശദീദ്, അവന്റെ അടുക്കൽ നിന്നുള്ള ശിക്ഷയെക്കുറിച്ച് താക്കീത് പറയുന്ന ഗ്രന്ഥം. അതാണ് ആ ഗ്രന്ഥം. വയുബശ്ശിറൽ മുഅ്മിനീന അല്ലദീന യഅമലൂന സ്സാലിഹാത്ത്, സൽക്കർമ്മങ്ങൾ ചെയ്യുന്ന സത്യവിശ്വാസികൾക്ക് സന്തോഷ വാർത്ത അറിയിക്കുന്ന ഗ്രന്ഥം. അതാണ് ആ ഗ്രന്ഥം. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, വിശുദ്ധ ഖുർആൻ എന്നത് ഒരുപാട് ഗ്രന്ഥങ്ങളിൽ ഒരു ഗ്രന്ഥമായിട്ട് നമ്മൾ കരുതരുത്. കഴിഞ്ഞ ദിവസം ഞാൻ പറഞ്ഞില്ലേ, ഇതര ഗ്രന്ഥങ്ങളിൽ നല്ലതുണ്ടാവാം ചീത്തയുണ്ടാവാം. പരിശുദ്ധ ഖുർആനിൽ നല്ലതല്ലാത്തതൊന്നില്ല എന്നതാണ് വ്യത്യാസം. മൊബൈൽ ഫോണുകളിൽ നല്ലതുണ്ടാവാം ചീത്തയുണ്ടാകാം. മുസ്ഹഫിൽ അങ്ങനെ ഒരു ഓപ്ഷൻ ഇല്ല, നല്ലതേ ഉള്ളൂ. എല്ലാം പഠിക്കേണ്ടതും സർവകാലത്തും ജീവിക്കുന്ന ആളുകൾക്കുള്ളതല്ലാത്തൊരായത്ത് പോലും പരിശുദ്ധ ഖുർആനിലില്ല എന്നതാണ് വാസ്തവം. ഖുർആന്റെ വ്യത്യാസം അതാണ്. അതുകൊണ്ട് അള്ളാഹുവിന്റെ കലാമാണത്, ബാക്കിയെല്ലാം അള്ളാഹുവിന്റെ സൃഷ്ടികളാണ്. അതാണ് അതിന്റെ രണ്ടാമത്തെ വ്യത്യാസം. ഒന്ന് അള്ളാന്റെ കലാമാണ്, സൃഷ്ടിയല്ല. ബാക്കി എല്ലാ ഗ്രന്ഥങ്ങളും അള്ളാഹുവിന്റെ സൃഷ്ടിയല്ല. അതുകൊണ്ട് തന്നെ ഏതേത് കാര്യത്തിലും പോരായ്മകൾ ഉണ്ടെങ്കിൽ അതിനെ നമുക്ക് മുൻനിർത്തുക എന്നത് പ്രയാസകരമാണ്. പ്രിയപ്പെട്ടവരെ, ഈ ഒരു കിതാബിന്റെ പ്രത്യേകത എന്താ? ലോകത്ത് ഒരു പുസ്തകവും ഒരു കിതാബും ഇത്ര കൂടുതൽ പ്രിന്റ് ചെയ്യപ്പെടുന്നില്ല ലോകത്തെവിടെയും, വായിക്കപ്പെടുന്നില്ല ലോകത്തെവിടെയും, വാഴ്ത്തപ്പെടുന്നില്ല ലോകത്തെവിടെയും, പുണ്യത്തിന് വേണ്ടി പാരായണം ചെയ്യപ്പെടുന്നില്ല ലോകത്തെവിടെയും. മറ്റൊരു പുസ്തകവും ഇത്ര കൂടുതൽ വെളിച്ചം നൽകുന്നില്ല മാനവരാശിക്ക് ലോകത്തെവിടെയും. ഇത് ചരിത്രം കുറിച്ച ഗ്രന്ഥമാണ്. ഈ ഗ്രന്ഥത്തിന്റെ പ്രത്യേകത മനുഷ്യനെ ചൊവ്വായ മാർഗത്തിലേക്ക് നയിക്കുന്ന ഗ്രന്ഥമാണ്. ഈ ഗ്രന്ഥം നന്മയല്ലാത്തതെന്താണ് പ്രിയപ്പെട്ടവരെ ചെയ്തിട്ടുള്ളത്? ഈ ഗ്രന്ഥം കൊണ്ട് ഒരു സമൂഹം നന്നാവുക എന്നതല്ലാതെ, ഒരു സമൂഹം അധപതിച്ചു പോയതോ വഴികേടിലായതോ ഈ ഗ്രന്ഥം കാരണമാണ് എന്ന നിലയ്ക്ക് ഒരു ചരിത്രവും ഇവിടെ ആരും ഉദ്ധരിക്കപ്പെട്ടിട്ടില്ല. അതുകൊണ്ട് ഈ മഹത്തായ ഗ്രന്ഥത്തിന് ഒരുപാട് പ്രത്യേകതകൾ ഉണ്ട് എന്ന് നമ്മൾ തിരിച്ചറിയുമ്പോഴാണ് ഈ മാസത്തിന്റെ പവിത്രത എത്രയാണ് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുക. ഖദ് ജാഅകും മിനല്ലാഹി നൂർ വകിതാബും മുബീൻ, അള്ളാഹുവിൽ നിന്ന് നിങ്ങൾക്ക് വന്നിരിക്കുന്ന ഒരു പ്രകാശമാണത്. വകിതാബും മുബീൻ, വ്യക്തമായ ഗ്രന്ഥം. എന്നിട്ട് അല്ലാഹു പറയാണ്, യഹ്ദി ബിഹില്ലാഹു മനിത്തബഅ റിദ്വാനഹു സുബുലസ്സലാം, അള്ളാഹു ആ ഗ്രന്ഥം മുഖേന സന്മാർഗത്തിലേക്ക് ക്ഷണിക്കുന്നു. ആരെ? മനിത്തബഅ റിദ്വാനഹു, അള്ളാഹുവിന്റെ പൊരുത്തം പ്രതീക്ഷിക്കുന്ന ആളുകളെ. അള്ളാന്റെ പൊരുത്തം പ്രതീക്ഷിക്കുന്നവരല്ലേ പ്രിയപ്പെട്ടവരെ നമ്മൾ? ആ അള്ളാന്റെ പൊരുത്തം പ്രതീക്ഷിക്കുന്ന ആളുകളെ അള്ളാഹു ആ ഗ്രന്ഥം മുഖേന സന്മാർഗത്തിലേക്ക് നയിക്കുന്ന. ആർക്കെങ്കിലും അള്ളാന്റെ പൊരുത്തം വേണോ? പരിശുദ്ധ ഖുർആനിലൂടെ അവന്റെ സഞ്ചാരം അവൻ തുടരട്ടെ. പരിശുദ്ധ ഖുർആൻ എന്തെന്ന് അവനോട് ഉപദേശിക്കുന്നുവോ അത് അവൻ അനുസരിക്കട്ടെ.
പരിശുദ്ധ ഖുർആൻ ഏതൊരു കാര്യത്തിൽ നിന്ന് അവൻ വിലക്കിയോ അതിൽ നിന്ന് അവൻ മാറി നിൽക്കട്ടെ എന്നതാണ്. എന്നിട്ട് പറഞ്ഞു സുബുലസ്സലാം, അത് സമാധാനത്തിന്റെ മാർഗം കാണിച്ചു തരും. എന്നിട്ട് വയുഖ്രിജുഹും മിനദ്ദുലുമാതി ഇലന്നൂർ, ഇരുട്ടിൽ നിന്ന് വെളിച്ചത്തിലേക്ക് അത് മനുഷ്യരെ നയിക്കും. എന്നിട്ട് പറഞ്ഞു വയഹ്ദീഹിം ഇലാ സിറാത്തിൻ മുസ്തഖീം, വക്രതയില്ലാത്ത വളവുകളില്ലാത്ത കലർപ്പില്ലാത്ത ചൊവ്വായ മാർഗത്തിലേക്ക് അത് നയിക്കും. ഈ ഗ്രന്ഥം അങ്ങനെയാണ്. അല്ലാഹു പറഞ്ഞു വലഖദ് ജിഇനാഹും ബികിതാബിൻ ഫസ്സൽനാഹു അലാ ഇൽം, നാം ആ ഗ്രന്ഥം കൊണ്ടുവന്നിരിക്കുന്നു ഇൽമിന്റെ അടിസ്ഥാനത്തിലാണ്. ഫസ്സൽനാഹു അലാ ഇൽം, അതിന്റെ വിജ്ഞാനത്തെ ഒരാൾക്കും ചോദ്യം ചെയ്യുക സാധ്യമല്ല. ആർക്ക് വേണമെങ്കിലും ഇതിന്റെ ഇൽമിനെ ചോദ്യം ചെയ്യാം. പക്ഷേ ചോദ്യം ഉന്നയിച്ച ഒരാൾക്കും തന്നെ പരിശുദ്ധ ഖുർആനിനെ ഒരൽപ്പം അവഹേളിക്കാനോ പരിശുദ്ധ ഖുർആനിന്റെ മുന്നിൽ എഴുന്നേറ്റ് നിൽക്കാനോ അവർക്ക് സാധിച്ചിട്ടില്ല എന്നാണ്. ഇൻഷാ അല്ലാഹ് ഞാനത് വരുന്നുണ്ട് അങ്ങോട്ട്. പരിശുദ്ധ ഖുർആനിനെ വിമർശന വിധേയമാക്കാൻ വേണ്ടി പഠനത്തിന് വേണ്ടി ഖുർആനുമായിട്ടിരുന്നവർ ഇസ്ലാം സ്വീകരിക്കുന്ന അവസ്ഥ ചരിത്രങ്ങളിലുണ്ട് എന്നത് അത്ഭുതമാണ്. സഹോദരങ്ങളെ, ഇനി അല്ലാഹു പറയുകയാണ് വഹുദൻ വറഹ്മത്തുൽ ലിഖൗമി യുഅ്മിനൂൻ, മുഅ്മിനുകളാണെങ്കിൽ അത് അവന് ഹുദയാണ്, അതിൽ സന്മാർഗമുണ്ട്, കാരുണ്യമുണ്ട്. ഇതാണ് ഈ ഗ്രന്ഥത്തിന്റെ പ്രത്യേകത. അല്ലാഹുവിന്റെ ഖുർആൻ പറഞ്ഞു യാ അയ്യുഹന്നാസ് ഖദ് ജാഅകും മിനല്ലാഹി നൂറുൻ വകിതാബുൻ മുബീൻ, മനുഷ്യരെ നിങ്ങൾക്കിതാ അല്ലാഹുവിൽ നിന്നൊരു ഉപദേശം വന്നിരിക്കുന്നു. യഹ്ദി ബിഹില്ലാഹു മൻ ഇത്തബഅ റിദ്വാനഹു സുബുലസ്സലാം, അല്ലാഹുവിന്റെ ഖുർആനിൽ മറ്റൊരിടത്ത് പറയുന്നു വശിഫാഉൽ ലിമാ ഫിസ് സുദൂർ, നിങ്ങളുടെ ഹൃദയത്തിലുള്ള എല്ലാ രോഗങ്ങൾക്കുമുള്ള ശിഫ അതിലുണ്ട് എന്നാണ്. ഈ റമദാന്റെ പ്രത്യേകത എന്താണ്? നമ്മൾ കണ്ടില്ലേ, ആളുകൾ കൂടി ജുമാക്ക്, എല്ലാ പള്ളികളും സജീവമായി, ഉപയോഗിക്കാത്ത ഫ്ലോറുകളുള്ള പള്ളികൾ, നമ്മുടെ പള്ളികളുടെ എല്ലാ ഫ്ലോറുകളും നമ്മൾ അൽഹംദുലില്ലാഹ് ഉപയോഗിക്കാറുണ്ട്. ഉപയോഗിക്കാത്ത ഫ്ലോറുകൾ നനച്ച് തുടച്ച് മിനുസമാക്കി ആളുകളൊക്കെ അവിടെ സംഗമിക്കുന്ന ഒരു മാസമാണ് പബ്ലിക്കിൽ. ഇതര മതക്കാർക്കറിയാം മുസ്ലിം സമൂഹത്തിന് ആരാധനകൾ കൊണ്ട് അഭിഷേകം നടത്തുന്ന മാസമാണ് ഈ റമദാൻ. അതുകൊണ്ട് തന്നെ എല്ലാ ആളുകളും കയറി വരും. പ്രിയപ്പെട്ട സത്യവിശ്വാസികളെ, നമ്മൾ ഇവിടെ ശ്രദ്ധിക്കേണ്ട ഒരു ചെറിയ പോയിന്റും കൂടി ഞാൻ നിങ്ങളോട് പറയുകയാണ്. പല തെറ്റുകളും ചെയ്തിരുന്നവരും റമദാനിൽ സജീവമാകുന്നത് നമുക്ക് കാണാൻ സാധിക്കും. അവരെ നമ്മൾ പ്രോത്സാഹിപ്പിക്കണം, അവരെ നമ്മളെ മോശമാക്കരുത്. അതുപോലെ തന്നെ അതൊരു ഇരട്ടത്താപ്പാണ്, അത് രണ്ട് മുഖമാണെന്ന് വല്ലാതെ നമ്മൾ പ്രഖ്യാപിക്കരുത്. കാരണം എന്താ, ആ മനുഷ്യന്റെ മനസ്സിലും ഒരൽപ്പം നമ്മളെ ദീനിനോട് അവരുടെ ഹൃദയത്തിൽ ഇപ്പോഴും വെളിച്ചമുണ്ട് എന്നതിന്റെ ഒരു തെളിവാണത് എന്ന് മനസ്സിലാക്കണം. ഇനിയോ ഈ കാലിയായി കിടന്നിരുന്ന പള്ളികൾ റമദാനിന് നിറയുന്ന കാഴ്ചകളാണെങ്കിൽ ആ കാര്യത്തിലും നമ്മൾ പ്രതീക്ഷിക്കേണ്ടത് ആ സമൂഹത്തിൽ സത്യവും പ്രതീക്ഷയും ഉണ്ടെന്നുള്ളതിന്റെ തെളിവാണ്. ഇനിയോ ചിലപ്പോൾ നിങ്ങൾ റമദാനിൽ നമ്മളൊക്കെ വിളിക്കാറുണ്ട് റമദാൻ മുസ്ലിം, കളിയാട്ടത്തിനും നേർച്ചക്കും ഉറൂസിനും കച്ചവടക്കാർ വരുന്നത് പോലെ മൺപാത്ര കച്ചവടക്കാരും കളിപ്പാട്ട കച്ചവടക്കാരും പലഹാര കച്ചവടക്കാരും വരുന്നത് പോലെ ചിലർ വരും. അവർ വരും, കളിയാട്ടം കഴിഞ്ഞാൽ അവർ പോകും, തിരിച്ചു പോകും. പിന്നെ അവരെ കാണണമെങ്കിൽ അടുത്ത നേർച്ച വരണം, അടുത്ത ഉത്സവം വരണം. അങ്ങനെ വരുന്നവരുണ്ട്. പ്രിയപ്പെട്ടവരെ, അവർ സൂക്ഷിക്കണം. അവർ ഒരു തവണ അവർ കച്ചവടത്തിന് വന്നാൽ ആ കച്ചവടത്തിൽ അവർക്ക് ലാഭം കിട്ടിയെന്നവർക്ക് ബോധ്യപ്പെടും. ആ കച്ചവടത്തിൽ ലാഭം കിട്ടുന്നു, അവന് വരുമാനം വരുന്നു, അവന് നന്മകളുടെ വലിയൊരു തുലാഭാരം തന്നെ ആ മാസത്തിലെ കച്ചവടത്തിൽ, ആരാധനാപരമായ സൽക്കർമ്മ നിരതമായ കച്ചവടത്തിൽ അവന് ലാഭം കിട്ടിയെന്ന് ബോധ്യപ്പെട്ടാൽ ആ സ്ഥലം വിട്ടവൻ പോകാൻ പാടില്ല. മനസ്സിലായിട്ടുണ്ടാവുമല്ലോ. റമദാനിൽ ആവേശത്തിൽ ചിലപ്പോൾ ആളുകൾ വരും. അവർക്ക് ഇബാദത്തിൽ അവർ ആത്മാർത്ഥമായി നിലകൊണ്ട് കഴിഞ്ഞാൽ അവർ അതിൽ സായുജ്യമടിയും. അവർ അല്ലാഹുവിന്റെ മുന്നിൽ അല്ലാഹു അക്ബർ എന്ന് പറഞ്ഞ് സുജൂദിലേക്ക് പോകുന്ന ഒരു മുസൽമാന് അവന്റെ പ്രതീക്ഷകൾ മുഴുവനും സുജൂദിലാണ്. അല്ലാഹുവിന്റെ ഏതൊരടിമയും അവനുമായി ഏറ്റവും അടുത്ത് കിടക്കുന്നത് സുജൂദിലാണ്. നമ്മളെല്ലാവരും വ്യത്യസ്ത പദവികളിൽ, വ്യത്യസ്ത തലങ്ങളിൽ, വ്യത്യസ്ത വരുമാനക്കാരായി, വ്യത്യസ്ത ആരോഗ്യക്കാരായി, വ്യത്യസ്ത കുടുംബക്കാരായി, വ്യത്യസ്ത നിലകളിൽ നിലയുറപ്പിച്ച് ജീവിക്കുന്നവരാണ്. പക്ഷേ അള്ളാന്റെ മുന്നിൽ സുജൂദിലേക്ക് വരുന്നതോടെ അള്ളാന്റെ മുന്നിൽ എല്ലാവരും അടിമകളാണ്. കറുത്തവനും വെളുത്തവനും ചുവന്നവനും എല്ലാവരും ഒരുപോലെയാണ്. മുതലാളിയും തൊഴിലാളിയും അല്ലേ, അതുപോലെയുള്ള രാജാതിരാജനും അതുപോലെ ഈ പ്രഭുക്കളും ഈ പരിചരിക്കുന്ന ആളുകളും എല്ലാവരും അടിമകളും എല്ലാവരും അള്ളാന്റെ മുന്നിൽ എന്താണ്? അള്ളാന്റെ അടിമകളാണ്.
എല്ലാവരും ഒരുപോലെ. അങ്ങനെ ഒരു സംവിധാനം പ്രിയപ്പെട്ടവരെ നമ്മുടെ മതത്തിലുണ്ട് എന്നത് നമ്മൾ ഏറ്റവും കൂടുതൽ ആസ്വദിക്കേണ്ട, സന്തോഷിക്കേണ്ട ഒന്നാണ്. പാപികളായവർ, പാപം ചെയ്യാത്തവർ എല്ലാവർക്കും ഒരുപോലെയാണ് സ്ഥാനം. എന്നാൽ പാപികളായവൻ വന്നത് അവന്റെ പാപങ്ങൾ കഴുകാൻ വേണ്ടിയിട്ടാകണം. പാപങ്ങൾ ചെയ്യാതെ ജീവിതത്തിൽ മുച്ചൂടും സൂക്ഷ്മത പുലർത്തുന്നവൻ അവന്റെ സ്വർഗം ഒരു കാരണവശാലും അവന്റെ കയ്യിൽ നിന്ന് പോയി പോകരുത് എന്ന ഉദാത്തമായ തീരുമാനത്തിൽ നിന്നായിരിക്കണം. അതുകൊണ്ട് തന്നെ അള്ളാഹു കൊലപാതകർക്കും വേശ്യകൾക്കും അവരുടെ സത്യസന്ധത കൊണ്ട് സ്വർഗം നൽകിയേക്കും ഈ റമദാനിൽ. തുറന്നാണ് പറയുന്നത്. ഈ റമദാൻ മതി. ഏറ്റവും വലിയ തോന്നിയാസങ്ങൾ നടത്തിയവർ, ഏറ്റവും വലിയ ഭീകരമായ തിന്മകൾ ചെയ്തവർ, ഏറ്റവും മ്ലേച്ഛമായ തിന്മകൾ ചെയ്തവർ, ആ ആളുകൾക്കെല്ലാം സ്വർഗം വാരിക്കൊടുക്കാൻ ഈ ഒരു റമദാൻ മതിയാകും. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, നമുക്കേ അറിയുകയുള്ളൂ നമ്മൾ എവിടെയാണ് അതിൽ നിൽക്കുന്നത് എന്ന്. നമ്മൾ മുതലാളിയാണോ എന്നത് നാട്ടുകാർക്കറിയാം. നമ്മൾ വഴിയോര കച്ചവടക്കാരനാണോ എന്നുള്ളത് നാട്ടുകാർക്കറിയാം. നമ്മൾ ഏത് കുടുംബത്തിലാണെന്ന് നാട്ടുകാർക്കറിയാം. നമ്മൾ ഏത് ജാതിയിലാണെന്ന് നാട്ടുകാർക്കറിയാം. പക്ഷെ നമ്മളുടെ ഈമാൻ അത് നമുക്ക് മാത്രമേ അറിയുകയുള്ളൂ, നമ്മുടെ റബ്ബിനും മാത്രമേ. അതുകൊണ്ടാണ് സത്യവിശ്വാസികളെ, നിങ്ങൾക്ക് റമദാൻ, ഈ വ്രതം നിങ്ങളെ കൊണ്ട് ഉദ്ദേശിക്കുന്നത് നിങ്ങളുടെ മുമ്പുള്ള ആളുകൾക്ക് നിർബന്ധമാക്കിയതുപോലെ നിങ്ങൾക്ക് നിർബന്ധമാക്കിയത് ലഅല്ലക്കും തത്തഖൂൻ, നിങ്ങൾ ആ കാരണത്താൽ സൂക്ഷ്മത പുലർത്തുന്നവരാണോ എന്ന് അങ്ങനെ ആയേക്കാം. അതിനു വേണ്ടിയിട്ടാണ്. നിങ്ങൾ ശരിക്കും ആലോചിച്ചു, നോമ്പ് മുറിയല്ലോ എന്ന കണ്ടീഷനിൽ എത്രയോ പാപങ്ങൾ നമ്മൾ മാറ്റി നിർത്തിയില്ല. നോമ്പും നോറ്റെങ്ങനെ ഞാനിവിടെ കിടക്കുകയെന്ന് വിചാരിച്ചിട്ട് ഫർദ് ജമാഅത്തിലേക്ക് നമ്മൾ എഴുന്നേറ്റ് വരുന്നില്ലേ? ഈ കഴിഞ്ഞ 5 ദിവസങ്ങൾ നിങ്ങൾ ആലോചിച്ച് നോക്കൂ. എന്തെങ്കിലും നഷ്ടപ്പെട്ടോ? നമുക്ക് എന്തെങ്കിലും നഷ്ടപ്പെട്ടു? ആത്മാർത്ഥമായിട്ട് ഇവിടെ ദുആ ചെയ്യുന്ന ദുആകൾ ആമീൻ പറഞ്ഞവർ, സ്വന്തമായി ഇരുന്ന് റവാത്തിബിലും അതുപോലെയുള്ള മറ്റു സുന്നത്തുകളിലും സുജൂദിൽ കിടന്ന് അല്ലാഹുവോട് ആവശ്യങ്ങൾ ഉന്നയിച്ചവർ, അവരൊക്കെ പ്രതീക്ഷയിലാണ്. അവന്റെ ആത്മാർത്ഥമായ പ്രാർത്ഥനയ്ക്ക് ഉത്തരം കിട്ടുമല്ലോ എന്ന പ്രതീക്ഷയിലാണ് അവരെല്ലാവരും ഉള്ളത്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു, ബശ്ശറൻ വലാ തുനഫിറ, പ്രത്യാശകളുടെ സന്തോഷ വാർത്ത ഇങ്ങനെ വരുന്ന ആളുകൾക്ക് നമ്മൾ അറിയിക്കണം. ഈ റമദാനിനെ തേടി ഇബാദത്തുകൾക്ക് വേണ്ടി ചേരുന്നവരെ നമ്മൾ ചേർത്ത് പിടിക്കണം, അവരെ പരിചയപ്പെടണം, അവരെ പ്രശംസിക്കണം, അവരോടുമായിട്ട് സ്നേഹം പുലർത്തണം. അവരെന്താണ്? ഇതര തിന്മകളിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടി വന്നവരായിരിക്കും, അശ്രദ്ധകളിൽ നിന്ന് ശ്രദ്ധയിലേക്ക് വന്നവരായിരിക്കും, അന്ധകാരത്തിൽ നിന്ന് വെളിച്ചത്തിലേക്ക് വന്നവരായിരിക്കും, താൻ തോന്നിത്തങ്ങളിൽ നിന്നും തോന്യാസങ്ങളിൽ നിന്നും നന്മകളുടെ ഈ കൂടുകൾ തേടി വന്നവരായിരിക്കും. ഈ BTM-ലെ ഈ മസ്ജിദിന് ഒരു പ്രത്യേകതയുണ്ട്. ഈ പ്രദേശവാസികളായ നിരവധി ആളുകൾക്ക് കയറി ചെല്ലാൻ ഒരാശങ്കയ്ക്കും ഇടമില്ലാത്ത വിധമുള്ള ഒരു ആദർശം പഠിക്കാൻ അവർക്ക് ഏറ്റവും മഹത്തായ ഒരു സംരംഭം ഇവിടെയുണ്ടെങ്കിൽ ഈ സംരംഭമായിരിക്കും നാളെ പരലോകത്ത് നമ്മളെ ചോദ്യം ചെയ്യുക. അവിടെ ഉണ്ടായിരുന്നില്ലേ എന്ന് ചോദിക്കും. ഇവിടെ റാക്കുകളിൽ നൂറുകണക്കിന് മുസ്ഹഫുകളുണ്ട്. ഏതെങ്കിലും ഒരു മുസ്ഹഫ് ഇന്ന് വായിക്കപ്പെടാതെ പോയിട്ടുണ്ടെങ്കിൽ ആ മുസ്ഹഫ് നാളെ നമുക്കെതിരെ വരും. ഞാൻ അവിടെ ഉണ്ടായിരുന്നു പടച്ചോനെ, എന്നെ അയാൾ വായിച്ചിട്ടില്ല. ഞാൻ അവിടെ ഒരുപാട് കൊല്ലങ്ങൾ ഇരുന്നിരുന്നു ആ തട്ടിൻപുറത്ത്, അവരെന്നെ ഉപയോഗപ്പെടുത്തിയിട്ടില്ല എന്ന് നമ്മുടെ ഓരോരുത്തരുടെയും കാര്യത്തിൽ ഖുർആൻ നമുക്ക് സാക്ഷി പറയും. നമ്മളെല്ലാവരും, ഏതൊരു വിശ്വാസിയും കുടുങ്ങുന്ന ഒരൊറ്റ രംഗം അതാണ്, പരലോകത്ത് ഖുർആൻ സാക്ഷി പറയുന്ന രംഗം. ഇനിയോ രണ്ടാമതെന്താ? അൽയൗമ നഖ്തിമു അലാ അഫ്വാഹിഹിം വതുകല്ലിമുനാ ഐദീഹിം വതശ്ഹദു അർജുലഹും. മദ്രസയിൽ വരാതിരുന്നാൽ പരാതി പറയാൻ, അതായത് ഒരു മെസ്സേജ് ഉസ്താദിന് അയച്ചാൽ സോൾവായി. പള്ളിയിൽ മീറ്റിംഗിൽ വരാതിരുന്നാൽ അത് ഇന്നതേനെന്ന് പറഞ്ഞാൽ ഉപചോദ്യങ്ങൾ ചോദിക്കാൻ കഴിയാത്ത വിധത്തിലുള്ള കൂട്ടുകാരാണ് നമുക്ക് എല്ലാവർക്കും ഉള്ളത്, അതും സോൾവായി. നമസ്കാരത്തിന് വരാതിരുന്നവനെ പറ്റി നമ്മൾ ആരും എന്തില്ല, സഹാബത്ത് ചിന്തിച്ചതുപോലെ മോശമായത് ചിന്തിക്കാറില്ല. അള്ളാന്റെ റസൂലിന്റെ സഹാബത്ത് എന്താ പറഞ്ഞത്? ഇശാഇനും സുബൈക്കും വരാത്ത ആളുകളെ പറ്റി ഞങ്ങൾ മോശമായത് വിചാരിച്ചിരുന്നു. നമ്മൾ ആരും അത് വിചാരിക്കാറില്ല. ഇവിടെയൊക്കെയും നമുക്ക് എന്തില്ല, ഒരു ഒഴുതറുമില്ല പ്രിയപ്പെട്ടവരെ. എന്നാലോ അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ ഈ പരിശുദ്ധ റമദാൻ കിട്ടിയിട്ട്, അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ ഈ പുണ്യമാക്കപ്പെട്ട ദിനരാത്രങ്ങൾ ആരോഗ്യപൂർവ്വം കിട്ടിയിട്ട്
ഇതൊക്കെ ഉപയോഗിക്കാത്ത ആളുകൾ ശ്രദ്ധിക്കുക, ഇതിന് വരാത്തവർ ശ്രദ്ധിക്കുക, ഇത്രയും ദിവസങ്ങളിൽ അത് മിസ്സായ ആളുകൾ ശ്രദ്ധിക്കുക. ഒരു ഉദ്റും നമുക്ക് ഇവിടെ പറയുന്നത് പോലെ അവിടെ പറയാൻ കഴിയില്ല. കാരണം ഇവിടെ ഉദ്ർ പറയുന്ന സുന്ദരമായ നാവ്, ന്യായം പറയുന്ന, കളവ് പറയുന്ന, എന്താ പറയാ, ഇരട്ട ഭാഷയിൽ സംസാരിക്കുന്ന, ആളുകളെ വീഴ്ത്താൻ പറ്റിയ രൂപത്തിൽ മെഴുക്കുപുരട്ടി സംസാരിക്കുന്ന ഇങ്ങനെ ഒരുപാട് നാവുകളാണ് നമുക്ക് എല്ലാവർക്കും ഉള്ളത്. പ്രിയപ്പെട്ടവരെ, അവിടെ അൽയൗമ നഖ്തിമു അലാ അഫ്വാഹിഹിം, നമ്മളെല്ലാവരും ഓതുന്ന സൂറത്ത് യാസീനിൽ അല്ലാഹു പറയാണ്, നിങ്ങളുടെ നാവ്, വായ അവിടെ അടക്കപ്പെടും, നാവ് സീൽ വെക്കപ്പെടും. വതുകല്ലിമുനാ ഐദീഹിം, നിങ്ങളുടെ കൈകൾ പരലോകത്ത് സംസാരിക്കും. വതശ്ഹദു അർജുലഹും, നിങ്ങളുടെ കാലുകളെന്ന് സാക്ഷി പറയും. കൈകളാണത്രേ നമ്മുടെ കാര്യം സംസാരിക്കുക. എന്താ ചെയ്യുക പ്രിയപ്പെട്ടവരെ? എവിടെ എന്താണ് നമ്മൾക്ക് ചെയ്യാൻ പറ്റുക? ഒന്നും ചെയ്യാൻ പറ്റില്ല. കൈകൾ സംസാരിക്കും, കാലുകൾ സാക്ഷി പറയും, നാവ് റെസ്റ്റിലായിരിക്കും. നാവ് അവിടെ സീൽ ചെയ്യപ്പെടും. നാവിന് ഒരു ഡ്യൂട്ടിയും അവിടെ ഉണ്ടാവില്ല. ഖുർആൻ സാക്ഷി പറയും. ഇങ്ങനെയുള്ളൊരു പരലോകമാണ് ഒരു നോമ്പുകാരന്റെ മുന്നിൽ ഉണ്ടാവേണ്ടത്. ആ പരലോകത്ത് രക്ഷപ്പെടാൻ അവന് നൽകുന്ന, അള്ളാഹു നൽകുന്ന ഏറ്റവും വലിയ അവസരമാണ് പ്രിയപ്പെട്ടവരെ ഈ പരിശുദ്ധ ഖുർആൻ, ഈ പരിശുദ്ധ റമദാൻ. ഈ പരിശുദ്ധ ഖുർആൻ ഇറങ്ങിയ ഈ റമദാനിൽ ഖുർആനിന്റെ വായന നമ്മൾ നിരന്തരമായിട്ട് ചെയ്യുക. ഖുർആനിന്റെ എല്ലാ ആയത്തുകളും നമ്മൾ വായിക്കണം. ഒരു ഹർഫിന് 10 കൂലിയുണ്ട്. നിങ്ങൾക്കറിയാലോ, പരിശുദ്ധ ഖുർആനിൽ ഒരൊറ്റ ഹർഫ് കൊണ്ട് തുടങ്ങിയ സൂറത്തുണ്ട്, 2 ഹർഫ് കൊണ്ട് തുടങ്ങിയ സൂറത്തുണ്ട്, 3 ഹർഫ് കൊണ്ട് തുടങ്ങിയ സൂറത്തുണ്ട്, 4 ഹർഫ് കൊണ്ട് തുടങ്ങിയ സൂറത്തുണ്ട്, 5 ഹർഫ് കൊണ്ട് തുടങ്ങിയ സൂറത്തുണ്ട്. ഇല്ലേ? നൂൻ, ഖാഫ്, അതേപോലെ തന്നെ ഹാമീം, അലിഫ് ലാം മീം, അലിഫ് ലാം മീം സ്വാദ്, കാഫ് യാ ഐൻ സ്വാദ്. ഓരോ അക്ഷരം വെച്ചിട്ട് ഇങ്ങനെ തുടങ്ങിയ ആയത്തുകളുണ്ട് പ്രിയപ്പെട്ടവരെ. ഓരോ അക്ഷരത്തിനും 10 കൂലിയാണ്. ഒരക്ഷരത്തിന് 10 കൂലി. സൂറത്തുൽ ബഖറ ഓതിയവന് എത്ര കൂലിയാ പ്രിയപ്പെട്ടവരെ? അത്രയും കൂലി. ഇനിയോ അല്ലാഹുവിന്റെ റസൂൽ പറയും, അതിനേക്കാൾ അധികവും അവർക്ക് കിട്ടും. ഈ കൂലി മതിയാകും. അള്ളാന്റെ ഖുർആൻ, ആളുകൾക്കൊക്കെയുള്ള പരാതി എന്താ? പരിശുദ്ധ ഖുർആൻ ഓതുമ്പോ ഉറങ്ങിപ്പോവാണ്. റീൽസ് കാണുമ്പോ ഒരാൾ ഇന്ന് വരെ ഉറങ്ങിയിട്ടില്ല. പരിശുദ്ധ ഖുർആൻ കയ്യിൽ വെച്ചാൽ ഉറങ്ങിപ്പോവാണ്. എവിടെയാണ് പ്രശ്നം? നമ്മൾ ഈമാനോടുകൂടി അള്ളാഹുവിന്റെ ഖുർആനിന്റെ അർത്ഥങ്ങളുള്ള കിതാബ് എടുത്ത് നിങ്ങൾ വെക്ക്. മലയാളത്തിലെ മലയാളികളെ, മലയാളത്തിൽ അതിന്റെ ഭാഷാർത്ഥവും അതിന്റെ വ്യാകരണവും അതിന്റെ വിശദീകരണവും വായിച്ചൊരു മുസൽമാന് ഉറങ്ങാൻ കഴിയില്ല. ഒരൊറ്റായത്തോതിയാലും, ഒരൊറ്റായത്ത് വായിച്ചാൽ അവൻ പിന്നെ ഉറങ്ങില്ല. അടുത്തത് എന്താണ് അള്ളാഹ് പറയുന്നത്? എന്താണ് അതിന്റെ ഗൗരവം? എന്താണ് അവിടെ സംഭവിച്ചത്? എന്തൊരത്ഭുതമാണിത് എന്ന് അള്ളാഹുവിന്റെ പരിശുദ്ധ ഖുർആൻ ഇറങ്ങിയ സമയത്ത് ജിന്നുകൾ പറഞ്ഞില്ലേ? എന്താ പറഞ്ഞത്? ഞങ്ങൾ അത്ഭുതകരമായ ഒരു ഖുർആൻ കേട്ടു എന്ന് ജിന്നുകൾ പോലും മറഞ്ഞുപോയി എന്ന് പറഞ്ഞാൽ അത്ഭുതങ്ങളാണിത്. ആ അത്ഭുതത്തെ തിരിച്ചറിയാൻ മനുഷ്യരെ നമുക്ക് സാധിക്കണം. എന്നാൽ ആ ഖുർആൻ ഇറങ്ങിയ ഖുർആനിന്റെ പ്രത്യേകത എന്താ? ആ ഖുർആനാണ് നമ്മുടെ മുന്നിൽ നിൽക്കേണ്ടത്. മറ്റൊരു ഗ്രന്ഥത്തെയും നമ്മൾ അതിനേക്കാൾ മുന്നിൽ വെക്കരുത്. കാരണം എന്താ? അള്ളാന്റെ കലാമാണ്. ഇതിലെന്തില്ല? ഒരു അഭിപ്രായാന്തരമില്ല. അഭിപ്രായാന്തരമുള്ളവരോട് അള്ളാഹ് പറഞ്ഞത് അവിടേക്ക് പോകാനാണ്. യാ അയ്യുഹല്ലദീന ആമനൂ, സത്യവിശ്വാസികളെ, അത്തിഉല്ലാഹ്, നിങ്ങൾ അള്ളാഹനെ അനുസരിക്കും. വഅതിഉർ റസൂൽ, അള്ളാന്റെ റസൂലിനെ അനുസരിക്കും. വഉലിൽ അംരി മിൻകും, നിങ്ങളിൽ നിന്നുള്ള കൈകാര്യകർത്താക്കളെ, നല്ല നേതാക്കന്മാരെ നിങ്ങൾ അനുസരിക്കും. അള്ളാഹ് പറഞ്ഞതാണ്. എന്നോട് പറഞ്ഞു, ഫഇൻ തനാസഅതും ഫീ ഷൈഇൻ, ഏതെങ്കിലും വല്ല കാര്യത്തിൽ നിങ്ങൾക്കിടയിൽ ഭിന്നാഭിപ്രായം ഉണ്ടായാൽ ഫറുദ്ദൂഹു ഇലല്ലാഹി വറസൂൽ, അവിടെ രണ്ടേ ഉള്ളൂ. അവിടെ ആരില്ല? കൈകാര്യകർത്താക്കളില്ല. നിങ്ങൾക്ക് കൺഫ്യൂഷൻ ഉണ്ടോ? അള്ളാഹുവിലേക്കും റസൂലിലേക്കും മടങ്ങുവിൻ. അള്ളാന്റെ ഖുർആനാ പറയുന്നത്. എന്ന് പറഞ്ഞാൽ അത്രയും വക്രതയില്ലാത്ത ഒരു ഗ്രന്ഥമാണ് പ്രിയപ്പെട്ടവരെ നമ്മളുടെ എല്ലാവരുടെയും കൈകളിലുള്ളത് എന്ന് നമ്മളെല്ലാവരും മനസ്സിലാക്കേണ്ടതുണ്ട്. അങ്ങനെ ആയിക്കഴിഞ്ഞാൽ, അത് മനസ്സിലാക്കി കഴിഞ്ഞാൽ അള്ളാന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ ആ ഖുർആനിനെ പറ്റി പഠിപ്പിക്കുന്നത് നോക്കൂ നിങ്ങൾ. വഹുവ ഹബ്ലുല്ലാഹിൽ മതീൻ, അത് അല്ലാഹുവിന്റെ ഭദ്രമായ ഉറപ്പുള്ള കയറാണ്. അതുകൊണ്ട് ഖുർആൻ പറഞ്ഞത് വഅതസിമു ബിഹബ്ലില്ലാഹി ജമീഅ വലാ തഫറഖു, നിങ്ങൾ അല്ലാഹുവിന്റെ ഈ പാർശ്വത്വം മുറുകെ പിടിക്കിൻ. വലാ തഫറഖു, നിങ്ങൾ ഭിന്നിക്കല്ലേ. ഈ അല്ലാഹുവിന്റെ ഖുർആനെ നിങ്ങൾ മുറുകെ പിടിച്ചോളൂ, മറ്റൊരിതര ഗ്രന്ഥത്തെയും നിങ്ങൾ അവലംബിക്കല്ലേ എന്ന് ഖുർആൻ ആണയിട്ട് പറഞ്ഞത് അതിനാണ്. വഹുവ ഹബ്ലുല്ലാഹിൽ മതീൻ, അത് അല്ലാഹുവിന്റെ ഭദ്രമുള്ള കയറാണ്. വഹുവ ദിക്റുല്ലാഹിൽ ഹകീം, അത് കൃത്യവും വ്യക്തവുമായ ഉത്ബോധനമാണ്. ഫദക്കിർ ഫഇന്ന ദിക്റ തൻഫഉൽ മുഅ്മിനീൻ എന്ന് ഖുർആൻ പറഞ്ഞില്ലേ? ഫദക്കിർ ഇന്നമാ അൻത മുദക്കിർ. ഖുർആൻ
പറഞ്ഞില്ലേ, അല്ലാഹു സുബ്ഹാനഹു വ തആലയെ പറ്റി പരിചയപ്പെടുത്തുന്ന, നമ്മുടെ ആദർശം പറഞ്ഞു തരുന്ന യുക്തിഭദ്രവുമായ ഒരു ഉത്ബോധനമാണ് ആ ഖുർആൻ എന്ന് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാ. അടുത്തത് റസൂൽ പറയാണ്, വഹുവ സിറാത്തുൽ മുസ്തഖീം. ദിവസേന നൂറുകണക്കിന് തവണ നമ്മൾ ചെല്ലുന്ന ഒന്നാണ് ഇഹ്ദിനസ് സിറാത്തൽ മുസ്തഖീം. അല്ലേ? ഫർദ് ജമാഅത്തുകളിൽ, സുന്നത്ത് നമസ്കാരങ്ങളിൽ, തറാവീഹുകളിൽ എല്ലാം നമ്മൾ അല്ലാഹുവോട് പറയുന്നു ഇഹ്ദിനസ് സിറാത്തൽ മുസ്തഖീം. പടച്ചോനെ നീ ചൊവ്വായ മാർഗത്തിൽ എന്നെ നയിക്കണമേ. ആത്മാർത്ഥമായിട്ട് പറയുന്ന ഒരു മുസൽമാന് അല്ലാഹു അവനെ ചൊവ്വായ മാർഗത്തിൽ നയിച്ചുകൊണ്ടേയിരിക്കും. അതിനവൻ അവലംബിക്കേണ്ടത് വഹുവ സിറാത്തുൽ മുസ്തഖീം എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിച്ച ഈ ഖുർആനെയാണ്. ഹുവല്ലദീ ലാ തസിഉ ബിഹിൽ അഹ്വാ. മനുഷ്യനെ വഴിപിഴപ്പിക്കാത്ത ഗ്രന്ഥമാണത്. വലാ തൽബിസു ബിഹിൽ അൽസിന. മനുഷ്യന്റെ നാവിനെ പിഴവ് വരുത്താത്ത ഗ്രന്ഥമാണത്. നാവിനൊരിക്കലും അതുകൊണ്ട് പിഴവ് വരില്ല, അത് ഉദ്ധരിക്കുന്നത് കൊണ്ട് പിഴവ് വരില്ല. എന്നിട്ട് അല്ലാഹുവിന്റെ റസൂൽ പറയാണ്, വലാ യശ്ബഉ മിൻഹുൽ ഉലമാ. പണ്ഡിതന്മാർക്ക് പഠിച്ചിട്ട് മതിയാകാത്ത ഗ്രന്ഥമത്. പ്രഗത്ഭരായ പണ്ഡിതന്മാർ, കേരളത്തിൽ തന്നെ ഈ അടുത്ത് മരണപ്പെട്ടു ഒരു വലിയ പണ്ഡിതനും, അപാരമാണ് അദ്ദേഹത്തിന്റെ ഗ്രാഹ്യതയും ബുദ്ധിയും. പക്ഷെ ഹാഫിളുകളായ നമ്മുടെ അടുക്കലേക്കൊക്കെ വന്ന സമയത്ത് അദ്ദേഹം പറഞ്ഞിരുന്നു, ഞങ്ങൾക്കൊന്ന് ഖുർആൻ ഓതിത്തരൂ. ഖുർആൻ അറിയാഞ്ഞിട്ടല്ല, അവർക്ക് ഇനിയും എന്തൊക്കെയോ ഓതണമെന്നുണ്ട്, ഏതൊക്കെയോ അക്ഷരങ്ങൾ എങ്ങനെയാണ് എന്ന് അവർക്ക് ഇനിയും പഠിക്കാനുണ്ട്. ഇന്നും സൗദി അറേബ്യയിൽ നിങ്ങൾക്കറിയുമോ എത്രയോ അധികം സ്ഥാപനങ്ങൾ, യൂണിവേഴ്സിറ്റികൾ ഖുർആനെ പഠിക്കാൻ മാത്രം, ബൈഹാർത്തക്കാനല്ല, ഖുർആന്റെ അക്ഷരങ്ങളെ അവിടെ സ്കാൻ ചെയ്യാൻ ലാബിൽ വെക്കാണ്. ഖുർആനിന്റെ ഓരോ പദപ്രയോഗങ്ങളെ, സുബ്ഹാനല്ലാഹ്, ഖുർആനിന്റെ ലിപികളിലുള്ള വ്യത്യാസങ്ങളെ ഇബ്രാഹിം എന്ന പദത്തിൽ പല സ്ഥലങ്ങളിലും പല നിലക്കുപയോഗിച്ചു. ഒരുപാട് സ്ഥലങ്ങളിൽ അള്ളാഹു എന്ന് പറഞ്ഞു, റബ്ബ് എന്ന് പറഞ്ഞു. എന്തിനാണ് അവിടെ റബ്ബ് എന്ന് പറഞ്ഞത്? എന്തിനാണ് അവിടെ അള്ളാഹു എന്ന് പറഞ്ഞത്? അള്ളാഹുവിന്റെ മറ്റു അസ്മാഉകൾ, ഇങ്ങനെ ഓരോ സംഗതിയും ഇരുന്ന് ഗവേഷണം നടത്തി പഠിക്കുകയാണ്. എന്തിനാണ് ആ ആയത്ത് മക്കയിൽ ഇറങ്ങിയത്? എന്തിനാണ് ആ ആയത്ത് മദീനത്ത് ഇറങ്ങിയത്? എന്തിനാണ് അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ അള്ളാഹു ഗുണദോഷിച്ചത് പബ്ലിക്കിൽ? ഇതൊക്കെയാണ് പഠിക്കുകയാണ്. അപാരമായ ശാസ്ത്രശേഖയാണ്. നിങ്ങൾക്കറിയുമോ, ലോകത്ത് ഇന്ന് ആളുകൾ സംസാരിക്കുന്ന സംസാരങ്ങളിൽ മുഴുവൻ ആളുകളും പഠിച്ചിട്ടില്ലെങ്കിൽ പോലും ഏറ്റവും താല്പര്യ പുരസ്സരം കാതോർക്കുന്ന ഭാഷ ഏതാണെന്നറിയോ? അല്ലാത്തുൽ അറബിയ. ആ അറബി ഭാഷ നമുക്ക് സംഭാവന ചെയ്തത് പ്രിയപ്പെട്ടവരെ നമ്മുടെ ഖുർആനാണ്. ആ ഖുർആനാണ് യഥാർത്ഥത്തിൽ അറബി ഭാഷയുടെ ഉദ്ഭവസ്ഥാനം. വിശുദ്ധ ഖുർആനാണ്. അത്രത്തോളം ഗഹനമാണത്. ഇനിയോ അല്ലാഹുവിന്റെ റസൂൽ പറയാണ്, വലാ യഖ്ലുഖു അലാ കസറത്തി റദ്ദ്. അനേകം തവണ വായിച്ചിട്ടും മടുപ്പ് വരാത്ത ഗ്രന്ഥം. നിങ്ങൾ നോക്കിയേ, എത്ര തമാശയുള്ള ഒരു കിതാബാണെങ്കിലും ഒരു 5-10 തവണ നമ്മൾ വായിച്ചാൽ പിന്നെ നമ്മൾ മതിയാക്കൂലേ? എത്ര ആകർഷണമുള്ള സാധനമാണ്. പക്ഷെ ഖുർആൻ 60-70 വയസ്സുള്ള എത്ര ആളുകളുണ്ട് നമ്മുടെ മുന്നിൽ? ഇന്നും അവരിരുന്ന് ഓതുകയാണ്. കണ്ണ് കാണാത്ത ആളുകൾ വിളിച്ചു പറയാണ്, വലിയ ലിപിയുള്ള ഖുർആൻ കൊണ്ടുവരണം. അല്ലേ? കുഴഞ്ഞു കിടക്കുന്ന ആളുകളെ തട്ടുമ്പുറത്ത് ഖുർആൻ ചൂണ്ടിട്ട് നിലവിളിക്കുകയാണ്. കഴിയുന്നില്ല അവർക്ക്. ഞങ്ങളുടെ നാട്ടിൽ, ഞങ്ങളൊരു പ്രദേശം മുഴുവനും ഉറക്ക പാരായണം ചെയ്യുന്ന ഒരു സ്ഥിതിവിശേഷം ഉണ്ടായിരുന്നു. സുബ്ഹിലും മഗ്‌രിബിന് ശേഷവും ഉറക്ക പാരായണം ചെയ്യും 4-5 വീട്ടുകാർ. ആളുകളിൽ ചിലർ പറയും, അവരോടൊന്നും എല്ലാം ഓതാൻ പറഞ്ഞൂടെ എന്ന് വരെ ചോദിക്കുന്ന ഒരു ചരിത്രം ഉണ്ടായിരുന്നു. ഞാനോട് പറഞ്ഞോന്ന് എനിക്ക് ഓർമ്മയില്ല. എന്നിട്ട് നമ്മൾ പറയുമ്പം ആ ഓതിയ ആളെന്താ പറഞ്ഞെന്നറിയോ? മോനെ, ഉറക്കം ഓതിയിട്ടില്ലെങ്കിൽ എന്നോട് ഉറങ്ങിപ്പോവുകയാണ്. അതുകൊണ്ട് ഉറക്കം ഒരു ഭാഗത്തേക്കും വരാതിരിക്കാൻ ഞാൻ എന്നെ കൊണ്ടാവുന്ന ശബ്ദത്തിൽ ഓതുന്നത് അതുകൊണ്ടാണ് എന്നാ മനുഷ്യൻ മറുപടി പറയാണ്. ഇന്നെന്താണെന്നറിയോ ആ നാടിന്റെ അവസ്ഥ? ആ ആളുകളെല്ലാം അസ്തമിച്ചു, അവരെല്ലാം തിരിച്ചുപോയി. അവരെല്ലാം ഏതൊരു നാഥനിൽ നിന്ന് വന്നുവോ ആ നാഥനിലേക്ക് അവർ തിരിച്ചു നടന്നു. അവരുടെ പരമ്പരകൾക്ക് അത് താങ്ങാൻ കഴിയുന്നില്ല. അവരുടെ പരമ്പരകൾക്ക് അതിന്റെ തുടർച്ചക്കാരാവാൻ സാധിക്കുന്നില്ല. ഇന്നത്തെ തലമുറക്ക് അവർ ഓതുന്നതിന്റെ ഒരു 10% ഓതാൻ കഴിയുന്നില്ല. നമ്മുടെ ഓരോരുത്തരുടെയും വീടകങ്ങളിൽ ഞാൻ ഈ പറഞ്ഞ സംഭവത്തിന് സാദൃശ്യപ്പെടുത്തുന്ന സംഭവങ്ങൾ ഉണ്ടാകും. നമ്മുടെ ഉപ്പാപ്പ ഓതിയതുപോലെ നമ്മളെ ഉപ്പ ഓതുന്നില്ല. നമ്മളെ ഉപ്പ ഓതിയതുപോലെ മകനായ നമ്മൾ ഓതുന്നില്ല. നമ്മൾ ഓതിയ യാത്ര നമ്മളുടെ മകൻ ഓതുന്നില്ല. ഇല്ല,
അടുത്ത തലമുറ വരുമ്പോൾ ഈ ഖുർആൻ എന്നത് ആളുകളിൽ ചരിത്രങ്ങളിൽ ഏതെങ്കിലും ഒരു വേദഗ്രന്ഥത്തെ അപഗ്രഥിച്ച് സംസാരിക്കുന്നത് പോലെ സംസാരിക്കുന്ന ഒരു ഗ്രന്ഥമായി ചുരുങ്ങുന്നൊരവസ്ഥ നമ്മുടെ കുടുംബത്തിലേക്ക് വരാൻ സാധ്യതയുള്ള വിധത്തിലാണ് നമ്മളും ഖുർആനുമായിട്ടുള്ള ബന്ധം, അല്ലേ? എന്നാൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്, വലാ യഖ്ലുഖു അലാ കഥറത്തി റബ്ബ്, അനേകം തവണ വായിച്ചിട്ടും മതി വരാത്ത ഗ്രന്ഥമാണ്. അത്രയുണ്ട് പ്രിയപ്പെട്ടവരെ. ഖുർആനൊക്കെ പഠിച്ച ആളുകൾ പറയും അവർ ആയത്തുകൾ നല്ലോണം പഠിച്ച് ബൈഹാർട്ടാക്കി മനോഹരമായിട്ട് മിഹ്റാബിലോതും. പക്ഷെ ആ ആയത്തിന്റെ ഗൗരവം അവരുടെ കൽബകങ്ങളിൽ തറച്ചിട്ടുണ്ടാവുക ഒരു മനുഷ്യന്റെ കുത്തുബയിലോ ഒരു പ്രഭാഷകന്റെ പ്രഭാഷണത്തിലോ ആ ആയത്ത് അയാൾ വിശദീകരിക്കുമ്പോഴാണ് ഞാൻ ഇത്ര മനോഹരമായി ഓതിയ ആയത്ത് ഇന്ന കാര്യത്തിനാണല്ലേ, ഇത്ര ഗൗരവമാണല്ലേ എന്ന് അവർ മനസ്സിലാക്കുക. ആ സമയത്ത് മനസ്സിലായില്ലേ? ബോധം കെട്ട് വീണിരുന്നു സഹാബികൾ. ചില ആയത്തുകൾ കേട്ടിട്ട് ബോധം കെട്ട് വീണിരുന്നു. അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് 4 സൂറത്തുകൾ ഇറങ്ങിയപ്പോഴാണ് റസൂലുള്ളാഹിക്ക് നരബാധിച്ചത് എന്ന്. സുബ്ഹാനല്ലാഹ്, ആലോചിക്ക്. പേടിച്ച് വിറച്ച് സ്ട്രെസ് കൊണ്ട് ഫ്രസ്ട്രേഷൻ കൊണ്ട് അല്ലാഹു ആലം നരബാധിച്ചു പോയിന്ന അങ്ങനെയുള്ള ആയത്തുകൾ, ഗംഭീരമായ ആയത്തുകൾ നമ്മൾ തിരിഞ്ഞു നോക്കാതെ നടക്കുക. നമുക്കുള്ള എല്ലാ പ്രശ്നത്തിന്റെയും പ്രതിവിധി ഈ കിതാബിലുണ്ട് പ്രിയപ്പെട്ടവരെ. നമ്മളത് പഠിക്കാത്തത് കൊണ്ട്, മനസ്സിലാക്കാത്തത് കൊണ്ട്, അതിന്റെ ഗൗരവം മനസ്സിലാക്കാത്തത് കൊണ്ട്, അതിനെ മൈൻഡ് ചെയ്യാത്തത് കൊണ്ടാണ്. ഇനിയോ അത്ഭുതങ്ങൾ തീരാത്ത ഗ്രന്ഥമാണ്. എന്നിട്ടോ അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, എല്ലാ നിലക്കും ഈ ഗ്രന്ഥത്തെ ആര് അവലംബിക്കുന്നുവോ മൻ ഖാല ബിഹി സദഖ, അതുദ്ധരിച്ചവർ സത്യമാണ് ഉദ്ധരിക്കുന്നത്. വമൻ ആമില ബിഹി ഉജ്റ, അതിന് കീഴിൽ പ്രവർത്തിച്ചവന് പ്രതിഫലം ലഭിക്കും. വമൻ ഹക്കമ ബിഹി അദല, അതുകൊണ്ട് വിധി കൽപ്പിക്കുന്നവൻ ന്യായമായിട്ടാണ് വിധി കൽപ്പിക്കുന്നത്. വമൻ ദഅ ഇലാ സിറാത്തിൻ മുസ്തഖീം, അതുപയോഗിച്ച് ആരെങ്കിലും ദഅവത്ത് നടത്തിയാൽ അവൻ ചൊവ്വായ മാർഗത്തിലേക്കാണ് അവരെ നയിക്കുന്നത്, ക്ഷണിക്കുന്നത് എന്ന് റവാഹ് തിർമിദി ഉദ്ധരിക്കുന്ന ഹദീസിൽ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുക. ഈ ഖുർആനെ നമ്മൾ നെഞ്ചേറ്റണം, ഖുർആനെ നമ്മൾ പഠിക്കണം, ഖുർആൻ നമ്മൾ വായിക്കണം. വേഗത്തിൽ ഓടി തീർക്കാനല്ല പറയുന്നത്, തർത്തീൽ ചെയ്ത് ഓതണം. ഒരു മനുഷ്യൻ വാപ്പ ഇവിടുന്ന് ഓതുമ്പം മോന് പെൻസിൽ എടുത്തിട്ട് ഇങ്ങനെ എഴുതാൻ കഴിയണം. തർത്തീൽ ചെയ്തിട്ട് നിങ്ങൾ ഓത്, അതാണ് തർത്തീൽ. ഓതുന്നത് മറ്റൊരാൾക്ക് എഴുതാൻ കഴിയണം എന്നാണ്, അല്ലാണ്ട് ഓടല്ല വേണ്ടി. ഓടി തീർത്തിട്ട് കാര്യമില്ല പ്രിയപ്പെട്ടവരെ. പരിശുദ്ധ ഖുർആൻ അങ്ങനെ വ്യക്തമാക്കി ഓതുക. ഓരോ അക്ഷരങ്ങളും ഓരോ ലഫ്ളുകളും ഓരോ ഹർഫുകളും കൃത്യമാക്കിയിട്ട് നമ്മൾ ഓതുക. അങ്ങനെ ഖുർആൻ നെഞ്ചേറ്റി അതിലെ ഉപദേശങ്ങളെ നമ്മളെല്ലാവരും ജീവിതത്തിലേക്ക് പകർത്തുക. അല്ലാഹു സുബ്ഹാനഹു വ തആല അതിന് നമുക്ക് എല്ലാ നിലക്കുമുള്ള തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. അൽഹംദുലില്ലാഹ് الذي علم بالقلم علم الإنسان ما لم يعلم أيها الناس اتقوا الله عباد الله أوصيكم وإياي ثانيا بتقوى الله. പരിശുദ്ധ ഖുർആൻ ലോകത്ത് ഏറ്റവും കൂടുതൽ വിമർശിക്കപ്പെട്ട ഗ്രന്ഥമാണ്, എന്നാൽ ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്യുന്ന ഗ്രന്ഥവുമാണ്. ആ പരിശുദ്ധ ഖുർആനിനെ നെഞ്ചേറ്റണമേ എന്ന് ഒരിക്കൽ കൂടി നിങ്ങൾ എല്ലാവരെയും ഉണർത്തുകയാണ്. നിങ്ങൾ ഈ അടുത്ത് കണ്ടില്ലേ സോഷ്യൽ മീഡിയയിലൊക്കെ ഖുർആനിൽ എന്ത് നന്മയുള്ളത്, ഒരൊറ്റ നന്മ നിങ്ങൾ പറഞ്ഞിരുന്ന ഒരു ഖുർആൻ വിമർശകന്റെ ചോദ്യം. മുമ്പ് അയാളൊരു സന്യാസിയായിരുന്നു, ഇപ്പൊ ശരിക്കും പറയുന്നത് ഒരു തോന്നിയാസിയാണ് നമ്മൾ പറയേണ്ടി വരും. ആ നിലക്ക് ഖുർആനിലെ ഒരൊറ്റ നന്മ നിങ്ങൾ പറഞ്ഞിരുന്നു വെല്ലുവിളിക്കാൻ. ഖുർആനിൽ നന്മയല്ലാത്തതൊന്ന് കാണിക്കാനാണ് നമ്മൾ തിരിച്ചദ്ദേഹത്തെ വെല്ലുവിളിക്കുന്നത്. ഖുർആനിൽ എന്ത് നന്മയുള്ളത്? സുബ്ഹാനല്ലാഹ്. നിങ്ങൾക്കറിയുമോ, ലോകപ്രസിദ്ധനായ ഒരു ലോകസഞ്ചാരി, ഒരു യൂട്യൂബറാണ്. അദ്ദേഹത്തിന്റെ ബോബീസ് പെർസ്പെക്റ്റീവ് എന്നൊരു കിതാബുണ്ട്. അദ്ദേഹത്തിന്റെ ഒരു ഗ്രന്ഥം, ഒരു ചാനലാണത്. ആ ചാനലിൽ അദ്ദേഹത്തിന്റെ അദ്ദേഹം പറയുന്നുണ്ട്, മതം എന്നത് വെറും ഒരു ഏർപ്പാടാണ് എന്നായിരുന്നു വിചാരിച്ചിരുന്നത്. എല്ലാവരും നയിക്കുന്ന പോലെ ഇതര മതങ്ങളൊക്കെ നടക്കുന്ന ഒരു കുറച്ച് ആൾക്കാർ ഉണ്ടാക്കിയ ഒരു സംവിധാനം സൗദിയിൽ നിന്നെങ്ങാനാണ് അത് ഉണ്ടാക്കിയത്. ഇവിടെ നമ്മൾ ഓരോ ഇസങ്ങളും ഓരോ പ്രസ്ഥാനങ്ങളും വളരുന്നത് പോലെ ഇവരെന്ത് ചെയ്യുന്നു, ഒരു കൂട്ടർ അങ്ങനെ വളരും. അവരിൽ തന്നെ വ്യത്യസ്ത വിഭാഗങ്ങൾ എന്ന് പറഞ്ഞിട്ട് ഒരു ഏർപ്പാട് മാത്രമാണ്, ഒരു എന്താ പറയാ, ഒരു ഔപചാരികത മാത്രമാണ് എന്നായിരുന്നു വിലയിരുത്തൽ. പക്ഷെ അദ്ദേഹം പറയാണ്, എന്റെ ജീവിതത്തിൽ ഒരു പ്രതിസന്ധി വന്നപ്പോൾ ഞാൻ എന്ത് ചെയ്തു, മതത്തിനെ ഇങ്ങനെ വിമർശിച്ച ഞാൻ ക്രിസ്തുമതം സ്വീകരിച്ചു. അപ്പോഴാണ് ഇസ്ലാം വിമർശകനായ എന്റെ കൂട്ടുകാരൻ ഒരുപാട് മോശമായി ഇസ്ലാമിനെ പറ്റി ഇങ്ങനെ പറഞ്ഞുകൊണ്ടേയിരിക്കും.
ഇസ്ലാമിനെ പറ്റി കൂടുതൽ വിമർശിക്കാൻ വേണ്ടിയിട്ട് ഞാൻ എന്ത് ചെയ്തു? ആ ഖുർആൻ സംഘടിപ്പിച്ചു. അദ്ദേഹം പറയാണ്, ഈ ബോബി പറയാണ്, ഞാൻ ഖുർആൻ സംഘടിപ്പിച്ചു. അങ്ങനെ ഖുർആൻ ഞാൻ ഇരുന്ന് വായിക്കാനും അതിലെന്തൊക്കെ അബദ്ധങ്ങളുണ്ട് എന്ന് കണ്ടെത്താൻ വേണ്ടിയിട്ടായിരുന്നു ഞാൻ ഖുർആൻ ഗവേഷണം നടത്താൻ വേണ്ടിയിട്ടിരുന്നത്. പക്ഷേ ഖുർആനിലെ ആദ്യത്തെ അധ്യായത്തിലെ ആദ്യത്തെ വചനം അത് വായിച്ചപ്പോൾ ഞാനൊന്ന് കുലുങ്ങിപ്പോയി. ബിസ്മില്ലാഹി അർറഹ്മാനിർ റഹീം, പരമകാരുണ്യകനും കരുണാനിധിയുമായ അല്ലാഹുവിന്റെ നാമത്തിൽ എന്ന് വായിക്കുമ്പോഴേക്കും അദ്ദേഹം പറയുകയാണ്, അതോടുകൂടി ഞാൻ തരിച്ചിരുന്നു പോയി. എന്തൊരു മഹത്തായ ആയത്താണ്, എന്തൊരു മഹത്തായ വചനമാണ്. അവരാരാധിക്കുന്ന അവരുടെ റബ്ബിനെ കാരുണ്യവാനായിക്കൊണ്ട് കരുണാനിധിയായിക്കൊണ്ട് അവന്റെ നാമത്തിൽ നിങ്ങൾ തുടങ്ങിക്കോളെ എന്ന് പറഞ്ഞ് മഹത്തായ ഒരു പ്രതീക്ഷ നൽകുന്ന ഒരു വല്ലാത്ത ഗ്രന്ഥമാണത് എന്ന് എനിക്ക് തിരിച്ചറിയാൻ സാധിച്ചു. സുബ്ഹാനല്ലാഹ്, നമ്മൾ ആരെങ്കിലും ബിസ്മില്ലാ അങ്ങനെ മൈൻഡ് ചെയ്തിരുന്നു? എന്താ ഒരു വൃത്തികെട്ട് വളരെ മോശമായി അശ്രദ്ധനായി ജീവിക്കുന്ന ഒരു മനുഷ്യൻ വുദൂ ചെയ്ത് അള്ളാഹുവിന്റെ മുസഹഫ് എടുത്ത് ഇങ്ങനെ തുറന്നിട്ട് ബിസ്മില്ലാ അള്ളാഹുവിന്റെ നാമത്തിൽ അർറഹ്മാനിർ റഹീം, കാരുണ്യകനും കരുണാനിധിയുമായ അള്ളാഹുവിന്റെ നാമത്തിൽ ഞാൻ തുടങ്ങുകയാണ്. സുബ്ഹാനല്ലാഹ്, ഏതാണ് ആ തുടക്കം? നന്മയിലേക്കുള്ള തുടക്കം, വെളിച്ചത്തിലേക്കുള്ള തുടക്കം, അല്ലേ? മിനസ്സുലുമാതി ഇലന്നൂർ, അന്ധകാരത്തിൽ നിന്ന് പ്രകാശത്തിലേക്കുള്ള വെളിച്ചം, അല്ലേ? ഏറ്റവും വലിയ തോന്നിവാസങ്ങളിൽ നിന്ന് നന്മയിലേക്കുള്ള വെളിച്ചം, അശ്രദ്ധയിൽ നിന്ന് ശ്രദ്ധയിലേക്കുള്ള വെളിച്ചം, കുരുത്തക്കേടിൽ നിന്ന് തിരുത്തിലേക്കുള്ള വെളിച്ചം. സുബ്ഹാനല്ലാഹ്, എല്ലാ നിലക്കും ഒരു നൂറായി ഈ ഖുർആൻ നമ്മളെ കയ്യിലുണ്ട്. വെറുതെ ഇങ്ങനെ ഓതിയിട്ട് ഒരു ബന്ധമില്ലാതെ ഓതുവല്ല വേണ്ടത്. പ്രിയപ്പെട്ടവരെ, വായിക്കുക, ഗ്രാഹ്യതയോടുകൂടി വായിക്കുകയും എന്നിട്ട് നിങ്ങൾ അള്ളാഹുവിനോട് പ്രാർത്ഥിക്കും. പടച്ചോനെ, മഹത്തായ ഈ സൽക്കർമ്മം കൊണ്ടുള്ള എല്ലാ ധന്യതയും എനിക്കും എന്റെ മക്കൾക്കും എന്റെ കുടുംബത്തിനും നീ നൽകണമേ എന്ന് നിങ്ങൾ പ്രാർത്ഥിക്കും. അങ്ങനെ ഐശ്വര്യമുള്ള ഒരു കുടുംബമായി നമ്മൾ മാറും. ഈ പരിശുദ്ധ റമളാനിൽ പ്രിയപ്പെട്ടവരെ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് അവിടെയാണ്. ഇനിയോ അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു, എല്ലാ നിലക്കും അല്ലാഹു സുബ്ഹാനഹു വ തആല നന്മ ചെയ്യാനുള്ള ഒരു ഉറവിടമാക്കിയിട്ടാണ് ഈ റമളാനിനെ കൊണ്ടുവന്നത്. നമസ്കരിക്കുന്നവരോട് എല്ലാ സുന്നത്തുകളെയും റമളാനിലേക്ക് കൊണ്ടുവന്നു. സുബ്ഹാനല്ലാഹ്, അല്ലേ? നിരവധി നമസ്കാരങ്ങൾ, ദൈർഘ്യമേറിയ പാരായണങ്ങൾ, നമ്മളത് ആസ്വദിച്ചുകൊണ്ട് നമസ്കരിക്കുകയാണ്. എല്ലാവരും ആവേശത്തിലാണ്. ഇനിയോ എല്ലാ വക്തിലും നമസ്കരിക്കുന്നത് പോലെ ആ ഫർള് ജമാഅത്ത് നമസ്കരിക്കുന്നവൻ എല്ലാ വക്തിലും ഞാൻ റവാത്തിബ് നമസ്കരിക്കുമെന്ന് തീരുമാനിക്കുന്നു. എല്ലാ വക്തിലും എനിക്ക് തഹിയ്യത്ത് കിട്ടണമെന്ന് വിചാരിക്കുന്നു. ഒരൊറ്റ ഫർള് ജമാഅത്തിന്റെ ഒരൊറ്റ റക്അത്ത് പോലും നഷ്ടപ്പെടരുത് എന്ന് വിചാരിക്കുന്നു. ഓരോ വക്തിലും ഇന്നത് പ്രാർത്ഥിക്കണമെന്ന് വിചാരിക്കുന്നു. അതിന്റെ മുമ്പും ശേഷവുമായി ഓതണമെന്ന് വിചാരിക്കുന്നു. പ്രിയപ്പെട്ടവരെ, അതിന്റെ കൂടെ വളരെ ഗൗരവത്തിൽ എല്ലാവരും ചെയ്യാത്തതും ചിലർ ചെയ്യുന്നതുമായ ഒന്നാണ് ദാനധർമ്മം. ഇൻഷാ അല്ലാഹ് വരുന്നുണ്ട് അടുത്ത ഖുതുബയിൽ. ആ ദാനധർമ്മത്തിന് വേണ്ടിയിട്ട് വുളൂ ചെയ്ത് മുസല്ലയുമായി മക്കനയുമായി വരുന്നത് പോലെ വുളൂ ചെയ്ത് പണവും എടുത്തിട്ട് നിങ്ങൾ വരിക. എന്നിട്ട് നമസ്കരിക്കും. എന്താ മനോഹരം! നമസ്കാരത്തെ പറ്റി പറഞ്ഞിടത്തൊക്കെയും അത് പറഞ്ഞു, സകാത്തും സ്വതക്കയും. പ്രിയപ്പെട്ടവരെ, നമ്മളുടെ ഈ പള്ളി കണ്ടില്ലേ, 6 നിലയുള്ള പള്ളിയാണ്. 5 നില ഫുള്ളായി കഴിഞ്ഞു. യുവാക്കളും ആബാലവൃദ്ധം ജനങ്ങളും ആരാധനാലയത്തെ തെരഞ്ഞെടുക്കുമ്പോൾ നമ്മുടെ പള്ളിയിലേക്ക് കടന്നു വരികയാണ്. ഇതിനിവിടെ സംവിധാനിച്ച റഹ്മാനായ റബ്ബേ നിനക്ക് സ്തുതി. അതിനുവേണ്ടി നീ ആരൊക്കെയാണ് ഉപയോഗപ്പെടുത്തിയത്? പടച്ചറമ്പുരാനെ, അവർക്കെല്ലാ ബർക്കത്തുകളും നീ നൽകണമേ. പ്രിയപ്പെട്ടവരെ, ഉന്നതമായ പ്രതിഫലമാണ്. അള്ളാഹുവിന്റെ റസൂൽ ഒരു നാട്ടിൽ ഏത് യാത്രക്കിടയിലും യാത്രാ സംഘം തന്റെ ഒട്ടകത്തെ വിശ്രമിക്കാൻ വേണ്ടി അള്ളാഹിന്റെ റസൂലിന്റെ ഒട്ടകം മുട്ടുകുത്തിയാൽ പ്രവാചകൻ അന്ന് അവിടെ രാത്രിയിൽ സംഗമിക്കാൻ തീരുമാനിച്ചാൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ആദ്യം എടുക്കുന്നത് ഒരു പള്ളിയാണ്. അന്നെന്താണ്? മണലി വിരിച്ച പള്ളിയാണ്. 4 അല്ലെങ്കിൽ 3 4 വടിക്കഷ്ണങ്ങൾ കുഴിച്ചിട്ട് ഇണ്ടപ്പനയോലയോ മറ്റോ തുണിത്തരങ്ങളോ എന്തെങ്കിലുമൊക്കെ വെച്ച് കെട്ടി, അല്ലെങ്കിൽ വെറും 4 വടി ഒരു വടി മുന്നിൽ വെച്ച് അങ്ങനെ നമസ്കരിക്കും. ഇന്ന് നമ്മൾക്ക് എന്താണ്? അന്നത്തെ പോലെയല്ല. ഇന്ന് വലിയ എന്ത് വേണം? വലിയ എഫേർട്ട് വേണം. ഒരു മസ്ജിദ് ഉണ്ടാക്കണമെങ്കിൽ സാമ്പത്തിക ഒരു വിഷയമല്ല ഇവിടെ, പക്ഷെ സാങ്കേതികം ഒരു വിഷയമാണ്. അതെല്ലാം മറികടന്ന് സുബ്ഹാനല്ലാഹ് ഈ മണ്ണിന്റെ മുകളിൽ ഇത്ര മനോഹരമായ ഒരു പള്ളി ഉണ്ടാക്കിയിട്ട് അതിന്റെ പ്രതിഫലം എന്റെ ഖുതുബ കേൾക്കുന്ന മുഴുവൻ ഫ്ലോറിലുള്ളവരോട് നിങ്ങളുടെ കൈകളിലുള്ള മുഴുവൻ ദാനധർമ്മങ്ങളും ചോദിക്കുന്നില്ല. പക്ഷെ ഈ പള്ളിയിൽ ഇങ്ങനെ ഒരു സംരംഭം ഇവിടെ ഉണ്ടായിട്ട് അത് നിലനിന്നതിന്റെ പ്രതിഫലം എനിക്ക് കിട്ടിയിട്ടില്ല
എന്നൊരു നിരാശ നമുക്കുണ്ടാവരുത്. നമ്മളെല്ലാവരും ഈ പള്ളിയെ സഹായിക്കുക. പള്ളിയിൽ സഹായം ആവശ്യമുണ്ട്. പള്ളിയുടെ ദൈനംദിന ചെലവുകളിലും അതേപോലെ തന്നെ പള്ളിയുടെ അറ്റകുറ്റ പണികൾക്കും മറ്റുമൊക്കെയായിട്ട് ഒരുപാട് സമ്പത്ത് ആവശ്യമുണ്ട്. എന്റെ ശബ്ദം കേട്ട മുഴുവൻ ആളുകളും ഇന്ന് ഈ പള്ളിയെ സഹായിച്ചിട്ടേ പോകാവൂ എന്ന് ഞാൻ ഈ മിമ്പറിൽ നിന്ന് അഭ്യർത്ഥിക്കുകയാണ്. ഇന്ന് നമ്മൾ ഈ പള്ളിയെ സഹായിക്കും. എന്നും നമ്മൾ എന്ത് ചെയ്യുന്നില്ല, പള്ളിക്ക് ഞാൻ ഒരുപാട് പള്ളിയിൽ കുത്തുപാടത്തിട്ടുണ്ട്. 2 കൊല്ലം 3 കൊല്ലം 4 കൊല്ലം എന്തായാലും കുട്ടിന് തേങ്ങടുന്ന പോലെ ഒരു 3 മാസം കൂടുമ്പോൾ കളക്ഷൻ നടത്തണം. കാരണം അത്രയും പരിതാപകരമാണ് ആ പള്ളികളൊക്കെ. പക്ഷെ അൽഹംദുലില്ലാഹ് ഇവിടുത്തെ ആദ്യത്തെ നിർദ്ദേശം കളക്ഷൻ എടുക്കരുത് എന്നാണ്. സുബ്ഹാനല്ലാഹ്, അല്ലാഹു പ്രതിഫലം നൽകട്ടെ എല്ലാവർക്കും. എന്നാൽ അതിൽ നിന്ന് മാറി നമ്മളെല്ലാവർക്കും അതിന് ഭാഗവാക്കാകണം. എല്ലാവരുടെ കൈകളും എല്ലാവരുടെ പിന്തുണയും എല്ലാവരുടെ പ്രവർത്തനവും എല്ലാവരുടെ ഇടപെടലും എല്ലാവരുടെ അഭിപ്രായവും എല്ലാവരുടെയും സാന്നിധ്യവും നമ്മുടെ ഈ പള്ളിക്ക് വേണം. ഇതില്ലാതായാൽ, ഇവിടുത്തെ പ്രബോധനം നിലച്ചാൽ, ഇവിടെ നിന്നൊരു മനുഷ്യന് ഹിദായത്ത് ലഭിച്ചാൽ, കണ്ടില്ലേ പരിശുദ്ധ റമദാനിൽ പോലും ആളുകൾ ഇരുന്ന് കരയുകയാണ്. അവരുടെ മക്കളെ കൊന്നതിന്റെ പേരിൽ, മാതാപിതാക്കളെ നഷ്ടപ്പെട്ടതിന്റെ പേരിൽ, ബാങ്കുലി കേൾക്കുന്ന സമയത്ത് തീൻമേശയ്ക്ക് ചുറ്റും ഇരിക്കേണ്ടവർ അവിടെ കാലി മേശയാണ്. അവിടെ ആ വീട്ടിൽ എല്ലാവരും മരണപ്പെട്ടിട്ടാണുള്ളത്. ആലോചിച്ചോക്കെ, ആരാത് ചെയ്തത്? അവരോടൊപ്പം ജീവിച്ചവൻ, അവർ പോറ്റി വളർത്തിയവൻ. കഴിഞ്ഞ ദിവസം മരിച്ച കുട്ടിയുടെ കണ്ടില്ല നിങ്ങൾ ഫോട്ടോ? കൂടെ പഠിച്ചവനാ കൊല്ലുന്നത്. ഇങ്ങനെയുള്ള അപരാധങ്ങൾ വരാതിരിക്കാൻ ഉത്ബോധനങ്ങൾ കൊണ്ടല്ലാതെ സാധ്യമല്ല പ്രിയപ്പെട്ടവരെ, പ്രാർത്ഥനകൾ കൊണ്ടല്ലാതെ സാധ്യമല്ല പ്രിയപ്പെട്ടവരെ. ആരേത് മെത്തഡോളജിയിലും കൊണ്ടുപോയാലും ആദർശമില്ല എങ്കിൽ നമ്മുടെ മക്കൾ വഴികേടിലാവും. ആശ്വാസകരമായ വിശ്വാസ ആദർശമില്ല എങ്കിൽ ഏത് നിമിഷവും അയാൾ കേടുവന്നു പോകും. കൽബുൻ സലീമായി ജനിച്ച് കൽബുൻ സലീമായി വളർന്നവൻ കൽബുൻ മയ്യത്തായിട്ട് മരിക്കുകയാണ്, ദീന് വിട്ടുപോവാണ്. അതുകൊണ്ട് അതൊക്കെ പറഞ്ഞു കൊടുക്കാൻ പറ്റിയ നമ്മുടെ നാവിനേക്കാളും നല്ല നാവുകൾ ഇവിടെ മിമ്പറുകളിൽ മിഹ്റാബുകളിൽ ഒക്കെ വന്ന് ക്ലാസ് എടുക്കുക, സംസാരിക്കുക, അവര് വന്ന് നമസ്കരിക്കുക, അവർക്ക് ഇസ്ലാമിന്റെ കാഴ്ചപ്പാടും ചുറ്റുപാടും ഉണ്ടാക്കി കൊടുക്കുക, എന്നിട്ട് അല്ലാഹുവോട് നമ്മൾ പ്രാർത്ഥിക്കുക. അതിനൊക്കെ പറ്റിയ ഒരിടാണ് ഇത്. എല്ലാവരും എല്ലാവരുടെ മക്കളെയും കൊണ്ടുവന്നോളി. എല്ലാവരും എല്ലാവരുടെ മക്കളെയും ദീനിൽ നിങ്ങൾ കൂട്ടിച്ചേർത്ത് പിടിക്കുവിൻ. ആ ഒരു സംരംഭമാണ് ഈ മസ്ജിദ്. അള്ളാഹുവിന്റെ ഭവനമാണ്. ആ അള്ളാഹുവിന്റെ ഭവനത്തിലേക്ക് നിങ്ങൾ എല്ലാവരും സംഭാവന ചെയ്യുക എന്നുകൂടി ഞാൻ ഉണർത്തുകയാണ്. അള്ളാഹു സുബ്ഹാനഹു വ തആല അത്തരുണത്തിൽ ധന്യമായ സൽക്കർമ്മങ്ങൾ നിരതരായി കൊണ്ട് നിർവഹിക്കാനുള്ള തൗഫീക്ക് നൽകി അള്ളാഹു നമ്മെ എല്ലാവരെയും അനുഗ്രഹിക്കുമാറാവട്ടെ. കഴിഞ്ഞ റമദാനിൽ നമ്മുടെ ഖുത്ബ കേട്ട 1-2 പേരില്ല, അവര് പോയി, അവർ റബ്ബിലേക്ക് മടങ്ങി. അള്ളാഹു അവർക്ക് സ്വർഗം നൽകുമാറാവട്ടെ. നമ്മുടെ കുടുംബത്തിലൊക്കെയും ഉണ്ട് പലരും, അല്ലേ? നോമ്പ് തുറക്കാൻ വേണ്ടി ബാങ്ക് കൊടുക്കുമ്പോ ആളുകൾ കരയാണ്. ഇന്നലെ രാത്രി ഇവിടേക്ക് വരുന്ന ബസ് കയറാൻ നേരത്ത് ഒരാളെന്റെ കയ്യിൽ വന്ന് സലാം ചൊല്ലിയിട്ട്, ബിലാൽ ഉസ്താദേ ആവുന്നില്ല നോമ്പ് തുറക്കാൻ, എല്ലാ ദിവസവും കലക്കിയ വെള്ളവും പലഹാരവും ഞങ്ങളുടെ ടേബിളിലേക്ക് കൊണ്ടുവന്നതിന്റെ ഉമ്മയായിരുന്നു. ആ ഉമ്മയില്ലാതെ നോമ്പ് തുറക്കാൻ ആവുന്നില്ല എന്ന് അയാൾ പറഞ്ഞപ്പോ കരഞ്ഞുകൊണ്ടാണ് ഞാൻ ബസ് കയറിയത്. ഞാനും ആലോചിക്കുകയാണ്, എനിക്കുണ്ടായിട്ടുണ്ടത്. ഉമ്മ എന്താണെന്ന് നമുക്കറിയാം. നമ്മളെല്ലാരും മരിക്കും പ്രിയപ്പെട്ടവരെ. മരണത്തിനറിയില്ല നമ്മൾ എത്ര വലിയ തിരക്കിലുള്ള ആളാണെന്ന്. മരണത്തിനറിയില്ല നമ്മുടെ ഗർഭാശയത്തിൽ 2 മാസം പ്രായമുള്ള കുഞ്ഞുണ്ടെന്ന്. മരണത്തിനറിയില്ല രോഗാതുരമായ അവസ്ഥയിൽ കിടക്കുന്ന വാപ്പനെയും ഉമ്മയെയും അഹോരാത്രം നോക്കുന്ന പരിചരിക്കുന്ന മോനാണ് നമ്മളെന്ന് മരണം നോക്കാറില്ല. അതുകൊണ്ട് ഏതൊരവസ്ഥയിലും അവരുടെ വിയോഗം നമ്മൾ ശരിക്കും തകർത്തിക്കളയും. അതുകൊണ്ട് ആത്മാർത്ഥമായിട്ട് നമ്മൾ നിലകൊള്ളുക, ആദർശത്തിൽ പ്രാർത്ഥിക്കുക മരണപ്പെട്ടവർക്ക് വേണ്ടി. വാപ്പയില്ലാതെ, വാപ്പനെ പോലെ നോക്കിയ ഉമ്മയില്ലാതെ, ഉമ്മനെ പോലെ നോക്കിയ മുതിർന്ന ജ്യേഷ്ഠനില്ലാതെ, ഒന്നുമില്ലാത്തവനായിട്ട് ജീവിക്കുന്നവരുണ്ട് യുവാക്കൾ. ഒന്നുമില്ലവർക്ക്, അവരുടെ സങ്കടം പറയാൻ ആളില്ല, അവർക്ക് പനിയുണ്ടോ എന്ന് നോക്കാൻ ആളില്ല, മരുന്നെടുത്ത് കൊടുക്കാൻ ആളില്ലാതെ ജീവിക്കുന്ന യുവാക്കളുണ്ട്. ആൺകുട്ടികളായി ജനിച്ച ഒരു കുടുംബത്തിലെല്ലാം ആൺകുട്ടികൾ, ഉമ്മയില്ലാതെ, പെങ്ങന്മാരില്ലാത്തടത്ത് ഉമ്മാനെ കൊണ്ട് അഡ്ജസ്റ്റ് ചെയ്തവർ, ഉമ്മയില്ലാതാകുമ്പോഴേക്കും ആകാശമില്ലാത്ത ഭൂമി പോലെ ജീവിക്കുന്നവർ നമ്മളെ കൂട്ടത്തിലുണ്ട്. അള്ളാഹുവേ അവർക്കെല്ലാവർക്കും ആശ്വാസം നൽകണമേ. അള്ളാഹുവേ മരണപ്പെട്ടു പോയ ആളുകൾക്ക് അള്ളാഹുവേ സ്വർഗം നൽകണമേ. അള്ളാഹുവേ എല്ലാവിധ കഷ്ടനഷ്ടങ്ങളിലും താക്കത്തോടുകൂടി ഈ ഭൂമുഖത്ത് സമാധാനത്തോടുകൂടി നിലകൊള്ളാനുള്ള ഈമാൻ നമുക്കെല്ലാവർക്കും നൽകണമേ. ഈ നോമ്പുകൊണ്ട് അള്ളാഹ് പറഞ്ഞതുപോലെ യാ അയ്യുഹല്ലദീന ആമനൂ കുതിബ അലൈക്കുമുസ് സിയാം കമാ കുതിബ അലല്ലദീന മിൻ ഖബ്ലിക്കും ലഅല്ലക്കും തത്തഖൂൻ എന്ന് പറഞ്ഞ ആ സൂക്ഷ്മത പുലർത്തുന്നവരിൽ അല്ലാഹുവേ ഞങ്ങൾ എല്ലാവരെയും നീ ഉൾപ്പെടുത്തണമേ. അല്ലാഹുമ്മ ഗഫിർ ലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് വൽ മുസ്ലിമീന വൽ മുസ്ലിമാത്ത് വൽ അഹ്യാഇ മിൻഹും വൽ അംവാത്ത് ഇന്നക മുജീബു ദഅവാതി യാ ഖാദിയൽ ഹാജാത്ത് റബ്ബനാ ഹബ് ലനാ മിൻ അസ്വാജിനാ വദുർരിയാതിനാ ഖുറത അയ്യുനിൻ വജഅൽനാ ലിൽ മുത്തഖീന ഇമാമാ. അല്ലാഹുമ്മ യാ മുഖല്ലിബൽ ഖുലൂബ് ഫബ്ബിത് ഖുലൂബനാ അലാ ദീനിക തവഫനാ മുസ്ലിമൻ
مسلما وألحقنا بالصالحين ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار اللهم صل على محمد وعلى آل محمد